നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ 2 ദിവസമായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അച്ഛൻ സമാധിയായതാണ് എന്ന്. പക്ഷേ ഞാനും നിങ്ങളടക്കമുള്ള പല ആളുകളും അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് ഒരുപാട് പുരോഗമനത്തിൻ്റെ പാതയിലോട്ടെത്തി, അല്ലെങ്കിൽ പുരോഗമനം നേടി എന്നുള്ള നമ്മുടെ സ്വയം ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത്. എന്നാൽ കുറച്ച് കൗശലക്കാരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കല്ലറ പൊളിക്കുകയും അതിൽ നിന്നും ഈ പറയുന്ന സ്വാമിയുടെ ബോഡി എടുക്കുകയും ബോഡി എടുത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അവിടെ നിന്ന് വന്ന റിപ്പോർട്ട് ഇതൊരു അസ്വാഭാവിക മരണമൊന്നുമല്ല, ഇതൊരു സാധാരണ മരണം തന്നെയാണ്. ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെയില്ല, ആന്തരിക അവയവങ്ങൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു സാധാരണ മരണം തന്നെയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമ്മൾ 2 ദിവസം ആ കുടുംബത്തെ കൊലപാതകികളാക്കാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഞാൻ കൊലപാതകയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ആ ഒരു വിഷയത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ ചില ആളുകൾ, ഇപ്പോൾ എടപ്പാളുള്ള ഒരുത്തനുണ്ട്, എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുത്തൻ, ഞാൻ അവൻ്റെ ഒരു 4-5 വീഡിയോ ഈ ഒരു വിഷയത്തിൽ കണ്ടു. അതായത് അവരൊക്കെ ഭയങ്കരമായിട്ടൊരു താല്പര്യക്കാരൻ, ഇവനെന്തോ ഇവരെ ഒരു കൊലപാതകയാക്കണം, ഇവർ കൊല ചെയ്തത് തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പിക്കലും കാര്യങ്ങളും, കുറേ ഇവൻ്റേതായിട്ടുള്ള കുറേ എന്താ പറയുക കയ്യിൽ നിന്നിട്ടുള്ള പ്രയോഗങ്ങളും, അച്ഛൻ്റെ കുറേ കഥകളും, ഈ മക്കളുടെ കുറേ കഥകളും, മരുമക്കളുടെ കുറേ കഥകളും, ഇങ്ങനെ വലിയ രീതിയിലൊക്കെ ഇങ്ങനെ ആ കുടുംബത്തെ തേജോവധം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അവനല്ല, മൊത്തത്തിലുള്ള മാധ്യമങ്ങളുടെ പോക്ക് അങ്ങനെയായിരുന്നു. ഇവൻ കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവനൊരു പ്രത്യേക തരം വിഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അല്ലാത്തൊരു വീഡിയോ ചെയ്തവന് നല്ലപോലെ ഒരു വ്യൂസ് പോലും ഇല്ല, 1000-1500 തന്നെ ഇവന് കിട്ടാറുള്ളൂ. ബട്ട് ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ കുറ്റവും തെറ്റും വിളിച്ചു പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വ്യൂസ് ഇവന് കിട്ടുന്നുണ്ട്. അതിൽ സുഖം കണ്ടും അതിൽ തരിപ്പ് കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ തേജോവധവുമായിട്ട് ഇവൻ മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. ഇവൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾ കേരളത്തിലെ നവോത്ഥാനക്കാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സകലമാന ആളുകളും 2 ദിവസമായിട്ട് ആ കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം കുറച്ച് അമിതമായി പോയി എന്നുള്ളതാണ്. അല്ലാതെ അച്ഛനെ തല്ലി കൊന്നു കുഴിച്ചിട്ടൊന്നുമല്ല. ഇത് അച്ഛൻ സമാധിയായി അത് അങ്ങനെ അടക്കം ചെയ്യുന്ന സമയത്ത് ആളുകളെ വിളിച്ചു വരുത്തി ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നാട്ടുകാർ കുറേ ആളുകൾ, കുറേ എണ്ണമുണ്ട്, കുറേ കടപ്പ് കയറിയന്മാരെന്നാണ് അവരെ പറയാൻ പറ്റുള്ളൂ. കാരണം അതങ്ങനെയാണ്, അവന്മാരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ കുറേ പറയുക, അച്ഛനെ മക്കൾ തെറി വിളിക്കുന്നു, ചീത്ത പറയുന്നു, മൂത്രമൊഴിച്ചതിന് ചീത്ത പറയുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട്, അല്ലെങ്കിൽ ഗോപൻ സ്വാമി മരിച്ചു കഴിഞ്ഞപ്പോൾ എത്രത്തോളം സ്നേഹം എങ്ങനെയാണ് ആ നാട്ടുകാർക്ക് വന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത്രയും മക്കൾ തെറി വിളിച്ചതും ഈ ചീത്ത പറയുന്നൊക്കെ സമയത്ത് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്ന് പോയിട്ട്, ഗോപ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മക്കളെ കൊണ്ടോ ഭാര്യനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങളിത് നിയമപരമായിട്ട് മുന്നോട്ട് പോകണോ എന്ന് ചോദിക്കാൻ ഒരു കടപ്പ് കയറിയന്മാർ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ ചില ആളുകളുടെ ക്രിമികടിയാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തെ എത്രത്തോളം ഹൈപ്പ് ആക്കി കൊണ്ടുവന്നത്. എന്നാൽ ഈ വീട്ടുകാരുടെ തെറ്റുണ്ടോ വെച്ചാൽ തെറ്റുണ്ട് താനും. കാരണം എന്താ വെച്ചാൽ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആളോടും പറയാണ്ട് അങ്ങനെ കൊണ്ടുപോയി അടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളൊരു നിയമമുള്ള നാടൊന്നുമല്ല. അതിൽ കുറച്ച് വീഴ്ചകളൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്ന് ഈ പറയുന്ന ദിവസം മുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട സമയത്തൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നുണ്ടായിരുന്നു, നിനക്കെന്താ അത് നീ കേട്ടിട്ടില്ലേ, നീ കണ്ടിട്ടില്ലേ, നിനക്കെന്തായാലും ഒന്നും പറയാനില്ലേ. ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്താണ്, സമാധിയായി അല്ലെങ്കിൽ മരിച്ചു, അതിനിപ്പോൾ എന്താ, അല്ല അത് തല്ലിക്കൊന്നതാണ്, നമ്മൾ നിന്നോട് ആരാ തല്ലിക്കൊന്നാന്ന് പറഞ്ഞ പോലീസ് പറഞ്ഞ, കോടതി പറഞ്ഞ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വരട്ടെ, റിസൾട്ട് വന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അതിനൊന്നും സമയമില്ല. കാരണം ഈ കുടുംബത്തെ ഒരു കൊലപാതകളാക്കി മാറ്റണം. ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം എവിടെയൊക്കെ ഹനിക്കാൻ പറ്റുമോ അതെല്ലാം ഹനിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു ലക്ഷ്യം. പിന്നെ ആ പറയുന്ന മരിച്ച ആളുടെ മകൻ പറയുന്നുണ്ടായിരുന്നു, ഒരു മുസ്ലിമിൻ്റെ സ്ഥലമുണ്ട് അവിടെ, അവനാണ് ഇതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആൾ എന്നുള്ളത്. അതാണ് എന്നാണ് ഇപ്പം നമുക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇതിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അതൊരു മുസ്ലിമിൻ്റെ സ്ഥലമാണ്, അത് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രമാണ്. ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിക്ക് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവനവിടെ ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ അത് വിൽക്കാനും പറ്റുന്നില്ല. കാരണം എന്താണ്, വിൽക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രവിശ്വാസമുള്ള ആളുകൾ എടുക്കണം. കാരണം അവിടെ മാംസബുക്കുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് മാംസം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ഒരു സ്ഥലം വാങ്ങാനും തയ്യാറാവില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ കുടുംബം ഇവിടുന്ന് പോകണം.
ഈ ക്ഷേത്രം വരെ തകരണം. ഇങ്ങനൊരു ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കുറച്ച് പ്രത്യേക വിഭാഗക്കാരൊക്കെ വന്നിട്ട് അവിടെ കുറച്ച് അലമ്പുണ്ടാക്കലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഒരു വിശ്വംഭരനോ അങ്ങനെ ഏതോ ഒരുത്തൻ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മകൻ പറയുന്നുണ്ട് ബന്ധുവാണെന്ന് എങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജാതി പോലും അല്ല അയാളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എടപ്പാളില്ല ഈ പ്രത്യേക വിഭാഗക്കാരെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വേണ്ട ജാതി പറഞ്ഞു. അവരുടെ മനസ്സിൽ ഫുൾ കുഷ്ടാണ് എന്താ ജാതി പറയുന്നു എന്ന്. അതായത് ഒരാൾ പറയാണ് എൻ്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ട് പോയി പരാതി കൊടുക്കണം, മിസ്സിങ് ആയത് എൻ്റെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് നാട്ടുകാരാകുമ്പോൾ പോലീസ് വലിയ മൈൻഡ് എന്ത് ചെയ്യില്ല, ഏത് എന്നറിയും. പക്ഷെ കുടുംബക്കാരനായിട്ടുള്ള ഒരാൾ പോകുമ്പോൾ അതിൽ ഇച്ചിരി കൂടി ഒരു പവറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുടുംബക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മകൻ ചോദിക്കുന്നത് അദ്ദേഹം എൻ്റെ റിലേഷനാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്, അദ്ദേഹം എൻ്റെ ജാതിയിൽപ്പെട്ട ആൾ പോലും അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവനെ പോലത്തെ ആളുകൾ ഇതേ ജാതി പറയുന്നു, ഇതാണ് ഉമ്മയുടെയൊക്കെ മനസ്സ്, കുഷ്ഠമാണ് മനസ്സിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ എന്തൊക്കെയോ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അതിനെ വിറ്റ് കാശാക്കി തിന്നാൻ കുറേ അലവലാദികൾ പഴച്ചവന്മാർ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതിൻ്റെ ഒരു സീരിയസ് എത്രത്തോളം ഉണ്ടെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ പറയണം, കാത്തിരിക്കണം. ഒരു വിഷയം വന്നു, ശരി ഇതെന്താണ് ഇതിൻ്റെ നിജസ്ഥിതി, നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സമാധി ആയതായാലും മരിച്ചതായാലും ശരി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നമുക്കത് അറിയാൻ പറ്റുമല്ലോ. കാരണം അത്രത്തോളം അത് വിവാദമാക്കിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ സമാധിയാണെങ്കിൽ അത് അങ്ങനെ വിട്ടുകൂടെന്ന് ഞാൻ ചോദിച്ചേനെ. പക്ഷേ ഇത് പല ആളുകളുടെയും ഈ ഒരു കുത്തിത്തിരിപ്പും ഈ കടപ്പും കാരണം അതൊരു കൊലപാതകമാണ് എന്ന് പല ആളുകളും വിശ്വസിച്ചൊരു സ്ഥിതിക്ക് നമ്മൾ പിന്നെ അതിനെ മാറ്റി പറയേണ്ടതില്ല, അത് കാത്തിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാവും എന്നുള്ളൊരു ബോധം കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സമാധിയാകാനുള്ള യോഗ്യത പുള്ളിക്കാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്കിപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. അച്ഛൻ മരിച്ചതായിരിക്കാം, അല്ലാണ്ട് അതൊരു ബിസിനസ് തന്ത്രം കൂടി ചിലപ്പോൾ ആ കുടുംബം മരിച്ചു ഇനി ഇതൊരു ബിസിനസ് ആക്കാമെന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ കൊന്നു എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ തെറ്റ്. സമാധിയായി എന്ന് പറയുന്ന ആ ഒരു വിഷയം, ഒരു സമാധിയായിട്ടുള്ളൊരു ഒരു പീഡ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആളുകൾ വരികയും അവിടേക്ക് കുറച്ച് വരുമാനം വരികയൊക്കെ ചെയ്യും. ആ ക്ഷേത്രത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സമാധിയായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ സമാധി ആയതായിരിക്കാം, എനിക്കറിയില്ല അദ്ദേഹത്തിന് അതിന് യോഗ്യത ഉണ്ടോ എന്നുള്ളത്. പിന്നെ ദൈവവും ഈ മനുഷ്യൻ തമ്മിലുള്ള കരാറാണ്, അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ കുടുംബത്തെ എങ്ങനെ തേജോവധം ചെയ്യാനും നമ്മളാരും തയ്യാറില്ല. പക്ഷേ ഇന്നലെ 2 ദിവസമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കണം, ഈ കുടുംബത്തെ അപമാനിച്ചതിന് പരിധിയില്ല, അത്രത്തോളം അപമാനിക്കായിരുന്നു. ഈ തന്തയെ കൊന്നു, ഇവരെല്ലാവരും കൂടി ഇതിനെ കൊന്നതാണ്, കൊന്നു കുഴിച്ചിട്ടതാണ്, ബാബുസ്വാമി ആ കുഴീൻ്റെ അകത്തില്ല, അത് വേറെ എവിടെയോ നശിപ്പിച്ചു, വീട്ടുകാരെ വിടരുത്, അവർ തെളിവ് നശിപ്പിക്കും, എന്തെല്ലാം അലവലായത്തരങ്ങളാണ് 2 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ആ കുടുംബത്തിൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം സമാധി ആയാലും ശരി മരിച്ചാലും ശരി 10 പേരെ അറിയാണ്ടത് അടക്കം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അവർക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചത് ആരും കാണണ്ട എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയിട്ട് അച്ഛൻ മരിച്ചിട്ടുണ്ട് സാറേ എന്നെങ്കിലും ഒന്ന് ഒരു എഴുതി ഒപ്പിട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ അത്ര വരില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അസ്വാഭാവികമായിട്ടൊന്നും തന്നെ കാണാനില്ല. അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു, അതായത് സമാധിയുടെ ആ ഒരു ലെവൽ തന്നെയായിരുന്നു കുഴിയിലുണ്ടായിരുന്നത്. ഏകദേശം കഴുത്തോളം സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു മക്കൾ അതിനെ അടക്കം ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും അതിൽ അസ്വാഭാവികമായിട്ടുള്ളൊരു മരണം ഒന്നുമല്ല, സാധാരണ നോർമൽ ഡെത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇനി കൊലപാതകമാണ് അതാണ് ഇതാണെന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ വീട്ടുകാർക്കുണ്ടായിട്ടുള്ളൊരു മനോവിഷമം, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ്റെ കുഴി വീണ്ടും തോണ്ടിക്കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ കുടുംബത്തിനും കുറേ പ്രശ്നങ്ങളുണ്ടെന്നേ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ ഇപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിട്ടു, ഇപ്പോൾ എനിക്ക് പോയിട്ട് തോന്നുകയാണ് അയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞത് കുത്തിപ്പൊളിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ഒന്നും വേണ്ട, ആ നാട്ടിലെ എല്ലാവരും അടക്കം ചെയ്ത ആൾക്കാരെ മുഴുവൻ ഇവരെ മക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി കുഴി തോണ്ടാൻ പറ്റില്ലേ? ഈ പറയുന്ന ആളുടെ മക്കൾക്ക് പോയിട്ട് അറിയാണ് കുഴിച്ചിട്ട് ബോഡി 2 ദിവസം കഴിഞ്ഞിട്ട് സാറേ എനിക്ക് അതിൻ്റെ ദുരൂഹത ഉണ്ട് ആ മരണത്തിലെന്ന് പറയുകയാണെങ്കിൽ കുഴി തോണ്ടണ്ടേ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ കുഴി തോണ്ടിയില്ലേ ഈ നാട്ടുകാർ ചേർന്നിട്ട്, ഇപ്പോൾ ഈ നാട്ടുകാരെ കുഴി വേണമെങ്കിൽ അവന് തോണ്ടിക്കൂടെ? ചിലപ്പോൾ തോണ്ടും. മക്കൾ വാശിയുള്ള മക്കളാണെങ്കിൽ ആ വഴിയൊക്കെ ചിലപ്പോൾ നോക്കും. അപ്പോഴാണ് ഇതിൻ്റെ വേദന അറിയുക ശരിക്കും. കുഴിച്ചിട്ടൊരു ബോഡി, ഒരു അച്ഛൻ്റെ ബോഡി, കുഴിച്ചിട്ട ബോഡി 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അഴുകി തുടങ്ങുന്ന സമയത്ത് വീണ്ടും പുറത്തോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സംശയമുണ്ട് ഇവർ ഇതിനെ വിഷം കൊടുത്ത് കൊന്നാണെന്ന് പറയുകയാണെങ്കിൽ
അപ്പോൾ എന്താവും, അപ്പോൾ ഈ പറഞ്ഞ നാട്ടുകാരൊക്കെ ഒരു ഏട്ടണ്ടായിരുന്നു, ഒരു എന്താ എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ, ഞങ്ങൾ നുണയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഏട്ടൻ. ആ ഏട്ടനെ കണ്ടറിയാം ലോക ആ നാട്ടിലെ ഏഷണിക്കാരനാണെന്നുള്ളത്. അയാളൊക്കെ അവിടെ കടന്ന് പറയണ ഏട്ടായിരുന്നു. ഓരോ ടീം വിശ്വംഭരൻ ഒരാൾ, ഞാൻ പോലീസിന് മൊഴി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ മീഡിയക്കാരന് മൊഴി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആവേശം ഇവരൊക്കെ വിചാരിക്കണത് തല്ലിക്കൊന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതാണ്. എന്തായാലും സ്വന്തം തന്തയുടെ കുഴി തോണ്ടുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ സുഖം.